കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ചപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം പ്രതീക്ഷ കർത്താവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹം വന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവചിന്തയ്ക്കായി നമുക്ക് യൂദായുടെ ലേഖനം 1-ാമത്തെ വാക്യം വീണ്ടും വായിക്കും. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി അങ്ങേ വാഴ്ച കർത്താവെ സ്തുതിക്കുന്നു. ഒരിക്കൽ പ്രാവശ്യം കൂടെ എക്സോസ് മീഡിയ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തരുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സാവകാശത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ ദാസനെ ബഹുമാറ്റിയവർ അദ്ദേഹത്തോടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തുതിക്കും. വചനം കേൾക്കുന്നവർക്കായി ഇത് കർത്താവെ സ്പോൺസർ ചെയ്യുന്ന ഫോർവേഡ് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു കർത്താവിന്റെ നാം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദൈവം വലിയ നാം വാഴ്ചപ്പെടുമാറാകട്ടെ. തുടർമാനമായി നാം ചിന്തിച്ചു വരുന്നത് വിശുദ്ധ യൂദാ എഴുതിയ ലേഖനം, അതിലുള്ള വാക്യങ്ങളാണല്ലോ, വചനമാണല്ലോ. ആ വചനത്തിൽ നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ വാഴ്ച. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ദൈവം നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടി നിലനിൽക്കേണ്ടത് ആവശ്യമാവുകയാണ്. എല്ലാ കാലത്തേക്കാളും ഈ കാലത്ത് അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ബാലന്മാരായ അസരിയാവ്, മീശായേൽ, ഹനനിയാവ് ബാബേലിലായിരുന്നപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ ആലോചന, കൽപ്പന നിരസിച്ച് അവരുടെ പക്കൽ ലഭിച്ച വിശ്വാസം വേണ്ടി നിൽക്കുവാനിടയായിത്തീർന്നു. ആയതുപോലെ ഈ തലമുറയിലും ഈ നൂറ്റാണ്ടിൽ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ ശോധന വലുതാണ്.
അവിടെ നാം നിലനിന്നത് കർത്താവിന് ഫലം കൊടുക്കേണ്ടത് ആവശ്യമാകിയാൽ അതിനെക്കുറിച്ചാണല്ലോ നാം ഈ ദിവസങ്ങളിലായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യൂദാപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ ഊന്നിപ്പറഞ്ഞ് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണ് നമുക്കവിടെ ചിലരെ പ്രത്യേകമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും അവിടെ അവരെന്ന് പറയുന്നതിന് 10-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക എക്സ്പ്ലനേഷൻ ഉണ്ട്, ചിലർ മെൻഷൻ ചെയ്യുന്നുണ്ട്. വായിക്കാം 10-ാമത്തെ വാക്യം. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ദഹിക്കുന്നവയാൽ ഒക്കെ തങ്ങളെ തന്നെ വഷളാക്കുന്നു. വിശ്വാസത്തിൽ പെട്ട ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് അന്ന് പറഞ്ഞത് ഇന്ന് വളരെ 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 കൃത്യതയോടെ നടക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ ഒന്നും അറിയാതെ സകലത്തെ ദുഷിക്കുക. ദൈവദാസന്മാരെ, ദൈവജനത്തെ, ദൈവവചനത്തെ, പാടുന്ന പാട്ടുകളെ, ആലോചനയെ, പ്രവചനത്തെ, പ്രസംഗത്തെ, ദൈവിക എല്ലാം അങ്ങ് ദുഷിക്കുന്ന ഒരു തലമുറയായി മാറുക. എന്നിട്ട് പറഞ്ഞു അവർക്ക് അയ്യോ കഷ്ടം. അവരെ 3 പേരോടൊപ്പമാണ് കൂട്ടിയിരിക്കുന്നത്. അതാണ് അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ. ആ അയ്യോ കഷ്ടക്കാർ ആരുടെ ഗണത്തിൽപ്പെട്ടിരിക്കുന്ന, ആരുടെ ഗണത്തിൽ? ഇഷ്ടം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും. ഭാരതത്തിൽ നമ്മൾ ചിലർ പറഞ്ഞ സാക്ഷി പറഞ്ഞിട്ട്, ഞാൻ യോശുവയോട് ചേർന്ന് പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ ഭക്തൻ എടുത്ത തീരുമാനം, ആ തീരുമാനം, ഹൃദയത്തെടുത്ത തീരുമാനം പ്രഖ്യാപിപ്പാൻ ഇടയായി തീർന്നു. അത് വിശ്വാസികൾ ഒരു കൂട്ടം ആളുകൾ ഏറ്റുപറഞ്ഞുണ്ട്. യോശുവ ഭക്തനെ പോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആയതുപോലെ ഇവിടെ പരിശുദ്ധാത്മാവ് പറയണം അവർക്ക് അയ്യോ കഷ്ടം. ആർക്കാ കഷ്ടം? ആ ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കുന്നു, ആരോടൊപ്പം ഉള്ളവർ, ആരുടെ ഗണത്തിൽപ്പെടും? അതിന് 1-ാമത്തെ ആളാണ് കയ്യൻ. അവർ 11-ാമത്തെ വാക്യം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും, കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി ഒതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. കയ്യിന്റെ വഴി, കഴിഞ്ഞ ദിവസങ്ങളെ നമ്മൾ ചിന്തിച്ചു കയ്യിന്റെ വഴിയാണ്. ഇപ്പൊ കയ്യിന്റെ വഴി തന്നെ പറഞ്ഞു പോയാൽ വളരെയേറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കയ്യിനെ കുറിച്ച്, കയ്യിനും ഹാബേലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ തൊട്ടു പോയതാണ്. ഉൽപ്പത്തി 4:2 ഹാബേൽ ആട്ടിടയനും കയ്യൻ കൃഷിക്കാരനുമായിരുന്നു എന്ന് കാണാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ആദ്യജാതനാണ് കയ്യൻ, രണ്ടാമനാണ് ഹാബേൽ. ഹാബേൽ ആട്ടിടയനും കയ്യൻ കൃഷിക്കാരനും ആയിത്തീർന്നു. അപ്പം ഹാബേൽ ആട്ടിടയൻ, കയ്യൻ കൃഷിക്കാരൻ. 3-ാമത്തെ വാക്യത്തിൽ കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യൻ നിലത്തെ അനുഭവത്തിൽ നിന്ന്. ഇനി കയ്യിന്റെ വഴി അതെന്താ നോക്കുക. കുറെ നാള് കഴിഞ്ഞിട്ട്, അതിനർത്ഥം സ്വന്തമായി യാഗത്തെ കുറിച്ച് ബോധ്യവാന്മാരായി തീർന്നു ആദമിന്റെ ഹൗവയുടെ മക്കൾ. അവർ ഇരുവരും നേരത്തെ മാതാപിതാക്കളോടൊപ്പം യാഗത്തിന് പോയി, യാഗത്തിന് സഹകരിച്ചും യാഗം കണ്ടും കേട്ടും വളർന്നു വന്നവരാണ്. ഇപ്പോൾ അവർ തന്നെ പുരുഷപ്രാപ്തി എത്തി എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അവർ സജ്ജരായി. ആരാധിക്കണമെന്നുള്ളത് അവരുടെ മനോമുഖത്തിൽ വെളിവായി. ആരാധന ദൈവത്തിന് അർപ്പിക്കണമെന്ന് അവർക്ക് താല്പര്യമായി. അങ്ങനെ കണ്ടും കേട്ടും പറഞ്ഞു വന്നതുമായ, അറിഞ്ഞതുമായ സത്യത്തിലേക്ക് അവർ നീങ്ങാനിടയായിത്തീർന്നു. അപ്പൊ ആരാധനയ്ക്ക് അന്ന് കയ്യനും ഹാബേലും അപ്പനോട് അമ്മയോട് ചോദിച്ചു, പപ്പ എന്തിനായി ഇങ്ങനെ ഈ മൃഗത്തെയൊക്കെ കൊന്ന്? അതിന് മറുപടി എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിലാണുള്ളത്. കഴിഞ്ഞ സമയം തൊട്ടുപോയതാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ അത് ഉദ്ധരിച്ചുകൊണ്ട് അന്ന് ആദമും ഹൗവയും മക്കളോട് ഇങ്ങനെ പറഞ്ഞു. പകുതിക്ക് ശേഷം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. മക്കളെ, എന്തിനാ ആടിന്റെ കന്നുകാലികളുടെ തല കണ്ടിച്ച് കഴുത്ത് കറുത്ത്
എന്തിനാ രക്തം ഒഴുകുന്നത്? രക്തം ഒഴുകിയെങ്കിൽ മാത്രമേ വിമോചനമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അത് മനസ്സിലാക്കി അവർ ആരാധനയ്ക്ക് വേണ്ടി വന്നപ്പോൾ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ കുറെ നാൾ കഴിഞ്ഞ ശേഷം കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് നിലത്ത് കൃഷിക്കാരനാണല്ലോ, അതുകൊണ്ട് നിലത്തെ അനുഭവത്തിൽ നിന്ന് എന്താണോ അദ്ദേഹം കൊണ്ടുവന്നത് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. കാച്ചിലാണോ ചേമ്പാണോ ചേനയാണോ എന്താ മത്തങ്ങയാണോ എന്താണാവോ, പക്ഷെ അത് ഏതായാലും കുരുടവും ചരടവും ആയിരിക്കത്തില്ല ഉള്ളത്, നല്ലതായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. എന്തുമാകട്ടെ, അപ്പൊ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു, യാഗത്തിനായി വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. ഇവിടെ സ്വേച്ഛാരാധന, അത് എനിക്ക് ഉള്ളതുപോലെ എന്റെ ഇഷ്ടം പോലെ ഇങ്ങനെ ഞാൻ ആരാധിക്കും, അതിൽ ദൈവം പ്രസാദിക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം പറഞ്ഞ വ്യവസ്ഥാപിത മാർഗത്തിൽ നിന്ന് മാറി വ്യതിചരിച്ച് പോകുന്ന ഒരു യാഗം നടത്തുന്ന ആളെയാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞാണ് രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനം. അപ്പൊ രക്തം ചൊരിയണം. ആ രക്തച്ചൊരിച്ചിലിന് ജീവനുള്ളൊരു വസ്തു വേണം. സോറി, ദൈവത്തിന്റെ പ്രസാദമുള്ളൊരു യാഗം അർപ്പിക്കണമെങ്കിൽ രക്തം ചൊരിയണം, ജീവൻ നഷ്ടപ്പെടണം. എന്നാൽ കയ്യിൽ കൊണ്ടുവന്ന യാഗവസ്തു എത്രയായിട്ട് മുറിച്ചാലും ഒരു തുള്ളി ചോര പോലും വരത്തില്ല. അതുകൊണ്ട് ആ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. സ്വേച്ഛാരാധനയിൽ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, എനിക്കിഷ്ടമുള്ളതുപോലെ, പ്രമാണം അവിടെ കിടക്കട്ടെ, കാര്യങ്ങൾ ഇങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്തായ കയ്യിന്റെ ആ ആരാധനയിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. ഹോവ കയ്യിനിലും എന്ന് പറഞ്ഞാൽ ആ ചിന്താഗതിയോടുകൂടി ദൈവമുൻപാകെ വന്നവനിൽ. അപ്പൊ ആരാധനയ്ക്ക് വരുന്നവന്റെ അകത്തെ ചിന്താഗതി എന്തായിരിക്കണം? മകൾക്കൊരു വിവാഹലോചനയ്ക്ക് വേണ്ടിയിട്ടല്ല ആരാധനയ്ക്ക് എത്തേണ്ടത്. മക്കളുടെ ജോലി കാര്യത്തിന് വേണ്ടി സഭയിലെ ആളുകളോട് സംസാരിക്കുവാനല്ല ആരാധനയ്ക്ക് എത്തേണ്ടത്. സാമ്പത്തികമുള്ളവരോട് കടം ചോദിക്കാനല്ല ആരാധനയ്ക്ക് എത്തേണ്ടത്. ആരാധനാനന്തരം സഭയിലുള്ള വാഹനമുള്ളവരുടെ വാഹനം മേടിച്ച്, താക്കോലും മേടിച്ച് വാഹനം ഓടിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല ആരാധനയ്ക്ക് വരേണ്ടത്. വാഹനം വേണം, പണം വേണം, ഇതൊക്കെ വേണം, കല്യാണം നടക്കണം. പക്ഷെ ഇത് ആരാധനയോട് റിലേറ്റഡ് ആയിട്ടല്ല, ബന്ധപ്പെടുത്തിയല്ല വേണ്ടത്. ആരാധനയ്ക്ക് കപ്പലണ്ടിയും കുറിച്ചിരിക്കാനല്ല വരേണ്ടത്. ആരാധനയ്ക്ക് ഇരുന്ന് അങ്ങും നോക്കുവാനല്ല പറഞ്ഞു. ആരാധനയ്ക്ക് അതിന്റെ വില കൊടുക്കുവാൻ, ഭയത്തോടും ഭക്തിയോടും ദൈവം പാകെ ദൈവത്തിന് പ്രസാദമായൊരു യാഗം കഴിക്കാൻ വരേണ്ടതിന് പകരം മറ്റു ബഹുവിധ പദ്ധതികളോടുകൂടിയാണ് വരുന്നതെങ്കിൽ ആ ആരാധനയെ ദൈവം പ്രസാദിക്കത്തില്ല. വന്നിരിക്കുമ്പോൾ മുതലേ വിളിക്കും, തുടങ്ങും ഫോൺ വിളി. പ്രാർത്ഥിക്കാനില്ലെന്ന് കണ്ണടയ്ക്കാൻ തുടങ്ങും. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങും, ചാറ്റിങ് തുടങ്ങും. കുഞ്ഞെ, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, അതിനല്ല ആരാധന. ആരാധനയ്ക്ക് വരുന്ന നിന്നിൽ ദൈവം പ്രസാദിക്കണം. വേദപുസ്തകം കൊണ്ടുവരണം, കഴിയുമെങ്കിൽ പാട്ടുപുസ്തകം കൊണ്ടുവരണം. ദൈവം വഴിപാടിന് വേണ്ടി നാം നമ്മെ തന്നെ അർപ്പിക്കുമ്പോൾ, സ്തോത്രം, സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം ഇങ്ങനെ, യഹോവേ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും നീ ബഹുമാനിക്കുക. ദൈവം ഭാഗം വന്ന് വഴിപാടും സ്തോത്രകാഴ്ചയും ദശാംശവും നൽകുന്നത് ഉപദേശിമാർക്കല്ല, പാസ്റ്റർമാർക്കല്ല, സെൻട്രൽ പാസ്റ്റർമാർക്കും പ്രസ്ബിറ്റേഴ്സിനും അല്ല, ഡിസ്ട്രിക്ട് പാസ്റ്റർക്ക് അല്ല നൽകുന്നത്. ചിലർ വിചാരം ഞങ്ങളുടെ ദശാംശവും പണവും കൊണ്ടല്ലേ നിങ്ങൾ കുടുംബം പോറ്റിയത്, മക്കളെ പഠിപ്പിച്ചത്, വീട് വെച്ചത്, കാറ് മേടിച്ചത്. പ്രിയമുള്ളവരെ, അല്ല. ഒരു ന്യായീകരണം പറഞ്ഞതല്ല. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, യഹോവയെ നിന്റെ ധനം കൊണ്ടും, 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. സ്തോത്രം, നിന്റെ ധനം കൊണ്ട് ബഹുമാനിക്കണം. എല്ലാ വിളവിന്റെയും ആദ്യ ഫലം, ലഭിക്കുന്നതിന്റെ എല്ലാ ആദ്യ ഫലം ദൈവത്തിനുള്ളതാ. അങ്ങനെ നീ ബഹുമാനിച്ചാൽ
അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. അപ്പോൾ ദൈവനാമത്തിന് വേണ്ടി കൊടുത്താൽ, അതുകൊണ്ടൊക്കെ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് അമർത്തി കൂലിക്ക് കവിയുന്ന ഒരളവ് നിങ്ങളുടെ മടിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും. സ്തോത്രം. ദൈവത്തിന്റെ വചനം നാം ഇങ്ങനെ കേൾക്കുന്നത്, ബത്ലഹേം പട്ടണക്കാരത്തെ രൂത്തിന്റെ മക്കളും മോവാബ് ദേശത്തേക്ക് ഇറങ്ങിപ്പോയി. ക്ഷമിക്കണമേ, അതെ, നവോമിയുടെ കുടുംബം ഇറങ്ങിപ്പോയി. രൂത്തിനെ അവിടേക്ക് പിന്നെ കിട്ടുന്നതാണ്. നാല് പേരിറങ്ങിപ്പോയി. ഒടുവിൽ 2 പേരായിട്ടാണ് തിരിച്ചു വന്നത്. അവര് ബത്ലഹേമിലായിരുന്നുവെങ്കിൽ നവോമിയും ഭർത്താവും 2 മക്കളും, അവിടെ വെച്ച് അവർ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ 6 പേര് കണ്ട. വിധിവശാൽ അത് നടന്നില്ല. എന്നാൽ ക്ഷാമം പ്രമാണിച്ച് ഇവര് ബത്ലഹേമെന്ന് മോവാബ് ദേശം, ഇപ്പോൾ നീ ആരെന്ന് മോവാബ് ദേശത്തേക്ക് അവർ ഇറങ്ങിപ്പോയി. മടങ്ങി വന്ന രൂത്ത് കാലാ പറക്കാൻ വേണ്ടി പോയി. കാലാ പറക്കാൻ വേണ്ടി ചെന്ന് കാലാ പറക്കിക്കൊണ്ടിരുന്നതായ രൂത്തിന് ആ വയലിന്റെ ഉടമസ്ഥനായ ബോവസ് പറഞ്ഞു, അവളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്റെ ബാല്യക്കാരോട് പറഞ്ഞു, കൊയ്യുന്നവരോട് പറഞ്ഞു, കറ്റ കെട്ടുന്നവരോട് പറഞ്ഞു, നിങ്ങൾ കറ്റകൾക്കിടയിൽ നിന്ന് വലിച്ചിട്ടേച്ച് പോകാൻ. കാരണം കാലാ പിറക്കാൻ വരുന്ന രൂത്തിനെ ലഭിക്കണം. അത് കൊയ്തെടുക്കുവാൻ അവകാശമില്ല, അനുവാദമില്ല. ഇപ്പോൾ അവളെങ്ങാണ്ടെന്ന് വന്നതാ. അവ പരദേശിക്കുള്ളതാണ് കാലാ പിറക്കുക എന്നുള്ളത്. അനാഥർ, വിധവമാർ, പരദേശിക്കുള്ളതാണ് കാലാ പിറക്കുന്നത്. കൊയ്ത്തുകാരുടെ ചാടിപ്പോകുന്നതായ ധാന്യം, കതിര്, അത് പിറക്കുവാൻ വേണ്ടി വന്ന രൂത്തിനോട് ദയ തോന്നിയ അതിന്റെ ഉടമസ്ഥനായ ബോവസ് പറയുകയാണ്, നിങ്ങൾ കറ്റകൾക്കിടയിൽ നിന്ന് ചെറുത് വലിച്ചിട്ടേക്കണം. അത് വലിച്ചിട്ടു. അന്ന് അവൾക്ക് ലഭിച്ചതായ കാലാപറക്കി കിട്ടിയതായ കറ്റകൾ അവളെ മെതിച്ചു. മരിച്ച് വീട്ടിൽ വന്ന് അളന്നപ്പോൾ എത്ര ഇടങ്ങഴി ഉണ്ടായിരുന്നു? 6 ഇടങ്ങഴി. ഓരോരുത്തർക്കും ഓരോ ഇടങ്ങഴിയാണ്. നവോമിയുടെ പക്കലേക്ക് 6 ഇടങ്ങഴി ധാന്യം വീണപ്പോൾ നവോമിയുടെ ഉള്ളം കത്തി. എന്നാ കാര്യം? ഒരാള് പണിക്ക് പോയിട്ട് കൊണ്ടുവന്നതാ 6 ഇടങ്ങഴി. ആ വീട്ടിലെ 6 പേരൂടെ ചെന്ന് പണിതാൽ കിട്ടേണ്ടത് ഒരാള് പോയപ്പോൾ കൊയ്ത് മരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു 6 ഇടങ്ങഴി. അതവളോട് വാക്കുകളും ഭാഷണവും ഇല്ലാതൊരു കാര്യം സംസാരിച്ചു. നവോമി, നീ ഈ പട്ടണത്തിലായിരുന്നുവെങ്കിൽ, നീ ഇറങ്ങിപ്പോകാതിരുന്നുവെങ്കിൽ, നീ ക്ഷാമം വന്നപ്പോൾ ഇറങ്ങിപ്പോകാതിരുന്നുവെങ്കിൽ, നിന്റെ ഭർത്താവും നിന്റെ മക്കളും മരുമക്കളും നീ ഉൾപ്പെടെ 6 പേര് കൊയ്തിരുന്നുവെങ്കിൽ 6 ഇടങ്ങഴി അവർക്ക് ലഭിക്കുമായിരുന്നു, അവർക്ക് കൂലി ലഭിക്കുമായിരുന്നു. എന്നാൽ ദൈവം
നവോമിക്ക് ആറിടങ്ങഴി കൊടുക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, യഹോവയായ ദൈവം ഫോഷ്ക്ക് പറയുന്നവനല്ല. ആ കർത്താവ് പറയുകയാണ്, മകനെ മകളെ, സ്തോത്രം, ദൈവത്തെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും നീ ബഹുമാനിക്ക്. അങ്ങനെയെങ്കിൽ നിന്റെ കളപ്പുര, നിന്റെ മുന്തിരിച്ചക്ക് ഒന്നും ഒഴിഞ്ഞു പോവുകയില്ല. ദൈവം അവിടെ ഇല്ലായ്മയിലും പ്രതികൂല കാലങ്ങളിലെല്ലാം നൽകുന്നവനായൊരു ദൈവമാണ്. ഇത് പലരും ദൈവത്തിന്റെ ആ ഭാഗം വിട്ടൊഴിഞ്ഞ ആ ഭാഗത്തെ വിശ്വാസം പോകാൻ കാരണം, അയ്യോ എനിക്കില്ലല്ലോ, ദശാംശം സ്തോത്രകാഴ്ച മാറ്റിവെച്ചാൽ എനിക്കില്ലല്ലോ. ഇന്ന് നവ ഉപദേശക്കാരും പഠിപ്പീരുകാരും പറയുന്ന ഒരു ഉപദേശമുണ്ട്, ദശാംശം എന്നുള്ളത് പഴയ നിയമ അനുഷ്ഠാനമാണ്, പുതിയ നിയമത്തിൽ പ്രമാണമില്ലെന്ന. ഇപ്പോൾ അതിലേക്ക് പോയാൽ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ പുതിയ നിയമത്തിൽ അതേ വ്യവസ്ഥ തന്നെയാണ് പഴയ നിയമത്തിലത്, പഴയ നിയമത്തിലെ വ്യവസ്ഥ തന്നെയാണ് പുതിയ നിയമത്തിലും. അവിടെ ദശാംശം പഴയ നിയമ ഉപദേശം മാത്രമല്ല, പുതിയ നിയമത്തിൽ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞാണ്, വചനം പഠിക്കുന്നവൻ അവന്റെ എല്ലാ നന്മയിൽ നിന്ന് ഓഹരി കൊടുക്കണം. നീ അത് കൊടുത്തില്ലെങ്കിൽ, നാം അത് കൊടുക്കുന്നില്ലെങ്കിൽ, ഞാൻ നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ അത് ആ ഭാഗത്ത് തെറ്റ് തന്നെയാണ്, ഗുരുതരമായ വീഴ്ചയാണ്. അത് നിമിത്തം ഭൗതികമായ നന്മകൾ പലർക്കും മുടങ്ങിപ്പോവുകയാണ്. അത് നിമിത്തം ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. ലഭിക്കുന്നതായ ധനം മറ്റു ചില ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോവുകയാണ്. സ്തോത്രം. നോക്കുക, ഹാബേല് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉത്തമമായ ഒരു യാഗം കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ. കായിന്റെ വഴി ദോഷകരമായ വഴിയായിരുന്നു. അപ്പൊ 11-ാം അധ്യായം 4-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം. അപ്പൊ കയീൻ കഴിച്ചത് ഉത്തമമായ യാഗമല്ലായിരുന്നു, ദൈവം പ്രസാദിക്കുന്ന യാഗമല്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവപ്രസാദം ലഭിക്കാതെ പോയത്. കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവന്നു. 4-ാമത്തെ വാക്യം വായിക്കും, ഉൽപ്പത്തി 4:4 വായിക്കുമ്പോൾ, ഹാബേൽ ആട്ടിൻകൂടത്തിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. മേധസ്സിൽ നിന്ന് ഏറ്റവും ഉത്തമമായ ഭാഗത്തു നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലിലും പ്രസാദിച്ചില്ല. ക്ഷമിക്കണമേ, ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിൽ പ്രസാദിച്ചില്ല. കായീനിൽ പ്രസാദിക്കാത്ത കാര്യമാണ് സ്തോത്രം. കായീൻ എന്തുകൊണ്ടാണ് കായീന്റെ ദൈവം പ്രസാദിക്കാതിരുന്നത്? അതിനെക്കുറിച്ച് 4-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ, അവ പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിക്കാതെ വന്നപ്പോൾ കോപമുണ്ടായി. അപ്പൊ കയീന്റെ വഴിയിൽ നടക്കുമെന്ന് പറഞ്ഞാൽ, ഒന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല, തന്നിഷ്ടപ്രകാരമുള്ളതായ ആരാധന, തനിക്ക് തോന്നിയതുപോലുള്ളതായ ആരാധന, തന്റെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നുള്ളതായ ആരാധന, ദൈവപ്രസാദം ലഭിക്കാത്ത ആരാധന. ഈ ആരാധന കഴിഞ്ഞാൽ അടുത്ത് നടന്നത് ദൈവപ്രസാദം ലഭിച്ചില്ല. അതേ തുടർന്ന് യാഗാർത്ഥിയായ കയീൻ കോപിപ്പാനിടയായി തീർന്നു. കാരണം ദൈവം പ്രസാദിച്ചില്ലല്ലോ. അപ്പൊ ദൈവം പ്രസാദിക്കാത്തതുകൊണ്ട് ഒന്ന് കോപിച്ചു, തന്നെയല്ല മുഖമോ വാടി. അപ്പം ആരാധനയെ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ, ഒന്ന്, ആരാധന കഴിഞ്ഞിറങ്ങുമ്പോഴേ കോപിച്ചുകൊണ്ടായിരിക്കുന്നത്. ഒന്ന് ഈ പാസ്റ്ററോട് കോപിക്കും, അല്ലെങ്കിൽ സഭയോട് കോപിക്കും, സെക്രട്ടറിയോടും അടുത്തിരുന്നവനോടും മുമ്പിലും പുറകിൽ ഇരുന്നവരോട് കോപിക്കും, വഴിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് കാണുന്നവരോടെല്ലാം കോപിക്കും. എന്നാ കാര്യം? ആരാധനയെ ദൈവം പ്രസാദിച്ചില്ല. ആരാധന കഴിഞ്ഞ് ശണ്ടയും കലഹവും അടിയും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം, തല്ലുണ്ടാകാനുള്ള കാരണം അവിടെ ദൈവം പ്രസാദിച്ചില്ല.
കമ്മിറ്റി കഴിഞ്ഞ് അടിയുണ്ടാകുന്നെങ്കിൽ തല്ലുണ്ടാകുന്ന കാരണം അവിടെ ദൈവപ്രസാദം ഉണ്ടായില്ല. ദൈവപ്രസാദം ഉണ്ടായില്ല. ഒന്ന് കോപിച്ചു, അടുത്തതോ അവന്റെ മുഖം മാടി. അപ്പൊ ആരാധന കഴിഞ്ഞിറങ്ങുന്ന ഒരാളുടെ മുഖം പ്രസാദിക്കും. ശമൂവേലിന്റെ പുസ്തകം നമ്മൾ അങ്ങനെ കാണുന്നത്. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയ ആശീർവാദം കേട്ടിറങ്ങിയ ഹന്നായുടെ മുഖം പ്രസാദിച്ചു. ഇന്ന് പലരും ആരാധനയ്ക്കെത്തും, ആശീർവാദം പറയുന്നതിന് മുമ്പേ തടിതപ്പു. ചിലയിടത്തെല്ലാം ആരാധനാ മധ്യത്തിലാണ് സ്തോത്രകാഴ്ചയും വഴിപാടും ഒക്കെ എടുക്കുന്നത്. ചിലരുണ്ട് സാക്ഷ്യം പറഞ്ഞ് സ്തോത്രകാഴ്ച ഇട്ടുവെച്ച് പുസ്തകം എടുത്ത് വീട്ടിൽ പോകുന്നവരുണ്ട്. കല്യാണത്തിനോ അടിയന്തരങ്ങൾക്കോ മറ്റെന്തിനൊക്കെ പോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഞാനായിരിക്കുന്ന സഭകളിൽ ഈ നടുക്ക് വെച്ചുള്ള സ്തോത്രകാഴ്ച എടുപ്പൊന്നുമില്ല. ഏറ്റവും ഒടുവിൽ മാത്രമേ ദശാംശ സ്തോത്രം കർത്താവിനുള്ള വഴിപാട് ആരാധനാ മധ്യത്തിൽ എടുക്കുന്ന ഏറ്റവും ഒടുവിലാണ്. അതിന് അത്യാവശ്യക്കാർക്കെല്ലാം പോകാം. അങ്ങനെ പോകേണ്ടവരാരും സ്തോത്രകാഴ്ച ഒന്നിട്ട് പോകണ്ട. പ്രസാദിച്ചില്ല. എന്നാൽ ഇവിടെ ആരാധനയ്ക്കെത്തിയ ഹന്ന ആലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ പോകുമ്പോൾ നാം വായിക്കുന്ന ഇങ്ങനെയാണ്, പിന്നെ അവളുടെ മുഖം വാടിയില്ല. സ്തോത്രം. ആരാധന കഴിഞ്ഞിറങ്ങുന്നതിന്റെ മുഖം വാടരുത്. തന്നെയില്ല, ഇനി ആ ആരാധന കയ്യിന്റെ ആരാധന സ്വന്തം നീതിയിലാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചു. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവനീതിക്ക് അവർ കീഴ്പ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാൻ മുൻപായിരുന്ന സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഹാഷ ആഴ്ചകളാണ്. കഴിഞ്ഞ ഞായറാഴ്ച കുരുടന്റെ ഞായറാഴ്ചയായിരുന്നു. അന്ന് ഏവൻഗേലിയോൻ, അതായത് സുവിശേഷം വായിക്കുന്നത് കുരുടൻ, പിറവിയിലെ കുരുടനായിരുന്നവൻ കാഴ്ച പ്രാപിച്ചതിനെ കുറിച്ച് ഉള്ളതായ വേദഭാഗം വായിക്കുകയും അതിനെക്കുറിച്ചുള്ള ഗാനങ്ങൾ പാടുകയും ചെയ്യുന്നൊരു പ്രത്യേക ദിവസമാണ് കഴിഞ്ഞ ഞായറാഴ്ച. ഇനി അടുത്ത ഞായറാഴ്ച വേറെയാണ് വിഷയം, മഹോദരമുള്ളവന്റെ. അങ്ങനെ ഓരോ ഞായറാഴ്ച ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊണ്ടിരിക്കുക. അത് തുടങ്ങിയ കാലം മുതൽ ഇതുവരെ അങ്ങനെയാ. ഇനി ആ സമൂഹം എന്ന് വരെ ഉണ്ടോ അന്ന് വരെ അങ്ങനെ ആയിരിക്കും. സ്തോത്രം. എന്നിട്ടോ അവര് ദുഃഖവെള്ളിയാഴ്ച ഞാൻ മുൻപായിരുന്ന സമുദായം ഒരു മരക്കുരിശിനെ കൊണ്ടു നടന്ന് പള്ളിക്ക് ചുറ്റും വലം വെച്ച്, പള്ളിക്ക് അകത്തും പുറത്തും വലം വെച്ച്, ഒടുവിൽ മദ്ബഹായ്ക്കുള്ളിൽ കയറി തിരശീലയിട്ട ശേഷം ത്രോണോസിന്റെ പുറത്തത് വെച്ച് ഒരു വലിയ ബേസിനുള്ളിൽ വെച്ച് അത് വൃത്തിയായിട്ടങ്ങ് കഴുകും, കുളിപ്പിക്കും. എന്നിട്ട് ഒരു മനുഷ്യനെ എങ്ങനെ അടക്കുമോ, ഒരു ശവം എങ്ങനെ അടക്കുമോ, ഒരു മൃതദേഹം എങ്ങനെ അടക്കുമോ, അതുപോലെ അവർ ത്രോണോസിന് പുറകിൽ അതിനെ അടക്കി സീല് വെക്കും. എല്ലാ ദുഃഖവെള്ളിയാഴ്ചയുള്ള പരിപാടിയാണ്, എല്ലാ വർഷവുമുള്ള. ഈ വർഷം ഈ മാസം മാർച്ച് മാസം 29-ാം തീയതി വെള്ളിയാഴ്ച ആ പരിപാടി 3 മണിക്ക് ശേഷം യാക്കോബായ ഓർത്തഡോക്സ് പള്ളികളിലെല്ലാം അത് സംഭവിക്കും, നടക്കും. കർത്താവ് അത് പറഞ്ഞു. പക്ഷെ അവർ വായിക്കുന്നവർ സ്വന്തം നീതി അന്വേഷിച്ചുകൊണ്ട്, റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ദൈവനീതി അറിയുന്നില്ല, ദൈവവചനം അറിയുന്നില്ല, കർത്താവ് എന്താ പറയുന്നത് കേൾക്കുന്നില്ല. ദൈവനീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചു. അതായത് ബുദ്ധിയുടെ പ്രമാണത്തിൽ. ഇതാണ് പണ്ട് വിദ്വാൻമാർക്ക് സംഭവിച്ചത്. യൂദായുടെ ലേഖനത്തിൽ നാം തുടങ്ങിയത്. നമ്മുടെ പക്കൽ നാം അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്
ഉണർത്തിക്കുവാനുള്ളത്. കിഴക്ക് വിദ്വാൻമാർ, കിഴക്ക് നക്ഷത്രം കണ്ട വിദ്വാൻമാർ നക്ഷത്രത്തെ അനുധാവനം ചെയ്ത് അവർ യെരൂശലേമിൽ എത്തുവാൻ തക്കവണ്ണം വാനഗോള ശാസ്ത്രജ്ഞന്മാർ അത് കണ്ടപ്പോൾ ആ നക്ഷത്രങ്ങളിൽ വലിയൊരു ദിവ്യ ശിശുവിന്റെ തിരിപ്പിറവി. അപ്പോൾ കണ്ടത് മറ്റൊരു കാര്യം, അവരെ ആശ്ചര്യപ്പെടുത്തിയത് ആ നക്ഷത്രം ചലിക്കുന്നു, ഗമിക്കുന്ന ഒരു നക്ഷത്രം. അവർ അതിന്റെ പുറകെ വെച്ച് പിടിച്ചു. എത്ര പേരാണെന്ന് പുസ്തകത്തിലില്ല, അതിന് 1-ലധികം പേരുണ്ടായിരുന്നു. എന്നാൽ POC ബൈബിളിലൊക്കെ അതിനകത്ത് 3 പേരെ കുറിച്ചാണ് പറയുന്നത്. 3 രാജാക്കന്മാർ വന്നെന്ന്. അതിന് കാരണം പറയുന്നത് പൊന്ന് മൂര് കുന്തിരുക്കം അവർ കാഴ്ചവെച്ചു. അത് ഓരോരുത്തർ പൊന്ന്, അടുത്ത ആള് മൂര്, അടുത്ത ആള് കുന്തിരുക്കം എന്ന ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇടപാടിലേക്ക് അവർ പോകുന്നത്. ഏതുമാകട്ടെ 1-ലധികം പേര്, 3 or 4 എത്രയായാലും അവർ ആ നക്ഷത്രത്തിന്റെ പിന്നാലെ യെരൂശലേമിലെത്തി. അവിടെ വന്നപ്പോൾ അവരുടെ സ്വന്തം നീതി അല്ലെങ്കിൽ ബുദ്ധിയുടെ പ്രമാണം വർക്ക് ചെയ്തു. ആ വർക്കൗട്ടിൽ അവർ നേരെ യെരൂശലേമിലെ കൊട്ടാരത്തിനകത്തോട്ടാണ് കയറി, ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക്. അവരുടെ ഉള്ളിൽ പറഞ്ഞിങ്ങനെയാണ്, നാം ഒരു ദിവ്യ ശിശുവിനെ കാണാൻ വന്നില്ലേ, വെറുതെ രാജകുമാരനെ. അങ്ങനെയെങ്കിൽ രാജകുമാരനെ എവിടെ കാണേണ്ടത്? കൊട്ടാരത്തിൽ. ആ പ്രമാണത്തിൽ, ആ ധാരണയിൽ, ആ അറിവിൽ, അവരുടെ മുൻവിധിയിൽ അവർ കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കുവാനിടയായി. അപ്പോൾ രാജാവിനൊരു സർപ്രൈസ് കൊടുക്കുവാനാണ് അവർ തുനിഞ്ഞത്. അവർ ആ ചോദിച്ച ചോദ്യത്തിൽ കൊട്ടാരം ഭ്രമിച്ചു, രാജാവ് ഉൾപ്പെടെ എല്ലാവരും ഭ്രമിച്ചു എന്നായിരിക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ രാജാവിന് കാര്യം മനസ്സിലായി, എന്റെ കൊട്ടാരത്തിൽ, എന്റെ അരമനയ്ക്കുള്ളിൽ ഒരു തമ്പുരാട്ടികളും തിരുവയറൊഴിഞ്ഞിട്ടില്ല, അതായത് പ്രസവിച്ചിട്ടില്ല. ഇവരെ അന്വേഷിച്ച് പിടിച്ചു വന്നിരിക്കുന്നത് എനിക്ക് എന്റെ ഭാര്യമാരുണ്ടായൊരു മകനെയല്ല, മറിച്ച് ക്രിസ്തുവിനെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. നക്ഷത്രം കണ്ട് വന്നവർ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു. രാജാവിച്ചു, ക്രിസ്തു എവിടെയാണുള്ളത്? അതിന് അല്പം മുൻപ് ഒരു സംഭവം ഉണ്ടായി. നിരക്ഷരകുക്ഷികളായ ആട്ടിടയന്മാർ ആടുകളെ കാത്തുകൊണ്ട് പുറത്തായിരുന്നു. അത് ക്രിസ്മസ് നവംബർ മാസം, ഡിസംബർ മാസത്തിലല്ലത് പരിപാടി. നവംബർ ഡിസംബർ മാസം തണുപ്പിനുള്ള സമയത്തല്ല. വിസ്താരഭയത്തെ ഞാൻ അവിടെയും കിടക്കുന്നില്ല. നക്ഷത്രം കണ്ട ദൂതന്മാർ വന്ന് പറഞ്ഞത് കേട്ട് ആട്ടിടയന്മാർ ശരിയായ സ്ഥലത്ത് നിന്ന് പശുത്തൊട്ടിയിൽ ചെന്ന് കർത്താവിനെ കണ്ടേച്ച് അവർ പോയി. അടുത്തത് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ബുദ്ധിമാന്മാരായതുകൊണ്ട് അവരുടെ ബുദ്ധി കൊണ്ട് കർത്താവിനെ കാണും. റോമാലേഖനം അതിന്റെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ആട്ടിടയന്മാരോട് ദൈവം ഇടപെട്ട് സംസാരിച്ചതുപോലെ 1-ാം അധ്യായത്തിലാണ്. ആട്ടിടയന്മാര് അവിടെ ദൂതന്മാർ ചെന്ന് പറഞ്ഞതുപോലെ കൃത്യമായൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ വിദ്വാൻമാരും അവിടെ ചെല്ലത്തില്ലായിരുന്നോ? എന്തിനാ വെറുതെ പാടും ദുരിതം ഉണ്ടാക്കിയത്? പ്രിയരെ, അങ്ങനല്ല. ഞാൻ നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കേൾക്കാൻ പോകുന്നവരെ, നമ്മുടെ നിലപാടനുസരിച്ചാണ് ദൈവം നമ്മളോട് ഓരോരുത്തരോട് ഇടപെടുന്നത്. നിരക്ഷര കുക്ഷികളാണോ, ഒന്നും അറിയാൻ മേലാത്തവരാണോ, നിശ്ചയമായി ദൂതൻ തന്നെ വരും. എന്നാൽ അതല്ലെങ്കിലോ, അല്പമെങ്കിലും വെളിവുള്ളവർ, ജ്ഞാനമുള്ളവർ, വിവേകമുള്ളവർ, അജ്ഞാനമുള്ളവരാണെങ്കിലോ, അങ്ങനെയെങ്കിൽ നമ്മുടെ പരിജ്ഞാനത്തിനൊത്തവനായിരിക്കും ദൈവം നമുക്ക് കർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്തും. വായിക്കാം 1-ാം അധ്യായം, അതിന്റെ റോമാലേഖനം 1-ാം അധ്യായം 19-ാമത്തെ സ്തോത്രം. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിക്കും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു. ബുദ്ധിമാനാണോ ഈ ഭൂമിയിലെ ബുദ്ധിമാനോ ബുദ്ധിമതിയോ ആണെങ്കിൽ നിശ്ചയമായും കർത്താവിനെ നമ്മുടെ ബുദ്ധിയിൽ കണ്ടെത്താൻ സാധിക്കും. തിരുവചനം അങ്ങനെ തന്നെയാ പറയുന്നത്. ഒന്ന് വായിക്കാം. ദൈവത്തെ കുറിച്ച് അറിയാവുന്ന അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട് ദൈവം കൊടുക്കുകയാണ്. എങ്ങനെയാ?
അത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി. മനുഷ്യരാരുമില്ല. ഒരു ബൾബ് കത്തുന്നുവെങ്കിൽ കത്തുന്ന ബൾബിനെ കാണാൻ നമ്മൾ ആരും ഇതുവരെ ടോർച്ച് അടിച്ചോ ചൂട്ട് കത്തിച്ചോ നോക്കിയിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് ആ ബൾബ് തന്നെ അത് റിവീൽ ചെയ്യുന്നുണ്ട്. നമ്മളോട് പറഞ്ഞു, ഞാനിവിടെ പ്രകാശിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നു. നമുക്ക് ബൾബിനെ കാണാം, പ്രകാശിക്കുന്ന ട്യൂബിനെ കാണാം, പ്രകാശിക്കുന്ന വെളിച്ചത്തെ അതിനെ നമുക്ക് കാണാം. അതിനെ വേറെ ആരും കാട്ടിത്തരണ്ട. എന്നതുപോലെ ദൈവം തന്നെ നമുക്ക് ദൈവത്തെ വെളിവാക്കിയിരിക്കുന്നു. ഇഫ് യു ആർ എ സ്കോളർ, നീ ഒരു സ്കോളർ ആണെങ്കിൽ ആ തരത്തിൽ ദൈവം നിന്നോട് ഇടപെടും. സ്തോത്രം. മരമണ്ടനാണോ തമ്പുരാൻ, അങ്ങനെയുള്ളവർ അങ്ങനെ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഏതൊരു ഭാഗത്താണോ ആയിരിക്കുന്ന ആ ഭാഗത്ത് കർത്താവ് നമ്മൾ ഇടപെടുമെന്നാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ബോധ്യമാക്കുന്നത്. അവിടെ ദൈവം തന്നെ അവർക്ക് വെളിവാക്കിയല്ലോ. എങ്ങനെയാ? ദൈവത്തിന്റെ നിത്യ ശക്തി. മാനുഷികമായ ശക്തികൾ ചോർന്നു പോകുന്നതാ. ഒരു ചെറുപ്പക്കാരന്റെ ശക്തിയല്ല വയസ്സായ ഒരാൾ. ഇന്നെനിക്ക് 64 വയസ്സുണ്ട്. 64 വയസ്സുണ്ട്. എന്റെ പക്കലുള്ളതായ തിങ്സ്, ആംപ്ലിഫയറും ബോക്സും ഇന്നെനിക്ക് പരസഹായമില്ലാതെ എടുത്തോണ്ട് പറക്കത്തില്ല. ചില നാളുകൾക്ക് മുമ്പ് എന്റെ വാഹനത്തിൽ ഞാൻ തന്നെ അത് ലോഡ് ചെയ്യുമായിരുന്നു. ഞാൻ തന്നെ അത് അൺലോഡ് ചെയ്യുമായിരുന്നു. ഞാൻ തന്നെ അത് ചുമന്നു കൊണ്ടുപോകുമായിരുന്നു. മറ്റൊരാൾ സഹായിക്കണമെന്നില്ലായിരുന്നു. ഇപ്പം മറ്റൊരാൾ സഹായിച്ചാൽ പോലും എനിക്കത് ഉയർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നില്ല. ബിക്കോസ് എന്റെ ശക്തി പോയി. ഞാൻ പ്രായമായി, വയസ്സാകുന്നു. എന്നാൽ ദൈവം വയസ്സാകുന്നവനല്ല, ജര നര ഇതൊന്നും ഉള്ളവനല്ല. അവിടെ ദൈവത്തിന്റെ ശക്തി നിത്യശക്തിയാണ്. സ്തോത്രം. ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വമായ അദൃശ്യ ലക്ഷണങ്ങൾ. നോക്കൂ, ഇലക്ട്രിസിറ്റിയെ നമുക്ക് ആരും കണ്ട് കാണാനൊക്കത്തില്ല. പക്ഷെ ഇലക്ട്രിസിറ്റി കൊണ്ട് പങ്ക തിരിയും, ഫാൻ തിരിയുന്നുണ്ട്, ബൾബ് പ്രകാശിക്കുന്നുണ്ട്, മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്, വാഹനം ഓടുന്നുണ്ട്. എന്നാൽ ഇതിനെ ചലിപ്പിക്കുന്ന വിദ്യുത് ശക്തിയെ, ഇലക്ട്രിസിറ്റിയെ നമുക്ക് കാണാനൊക്കത്തില്ല. ഒരു ടെസ്റ്റ് വെച്ച് നോക്കിയാൽ അത് ഓടുന്നുണ്ടറിയാതെ സാധനത്തെ കാണാൻ മേല. സ്തോത്രം. അതുപോലെ അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായ അദൃശ്യ ലക്ഷണങ്ങൾ ലോകത്തിന്റെ സൃഷ്ടി ഇന്ന് ഇതിനെ തുടങ്ങിയതല്ല. അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ കണ്ടില്ലെന്നും നിരീശ്വരവാദിയുടെ പക്കൽ എത്തിയില്ലെന്നും ചന്ദ്രനിൽ പോയ ആൾ അവിടെല്ലാം നോക്കിയിട്ട് റഷ്യയിൽ നിന്ന് പോയ പുള്ളി നോക്കിയിട്ട് അവിടെ ഞാൻ ദൈവത്തെ കണ്ടില്ലെന്ന് പറയാൻ അതിനിടയാകുന്നെങ്കിൽ അവന്റെ മണ്ടത്തരമാ, മൂഢനാ. പറഞ്ഞ അദൃശ്യ ലക്ഷണങ്ങൾ ലോകത്തിന്റെ സൃഷ്ടി മുതൽ ദൈവത്തിന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെടുകയാണ്. എന്തുകൊണ്ടാ വിദ്വാൻമാര് നക്ഷത്രത്തിന് പുറകെ പോയത്? അവരുടെ ബുദ്ധി തെളിഞ്ഞു. എന്നാൽ മറ്റാരും എന്താ പോകാഞ്ഞത്? എത്രയോ പേര് നക്ഷത്രം കണ്ടിട്ടുണ്ട്. അവരെന്താ കണ്ട നക്ഷത്രത്തിന്റെ പുറകെ വെച്ച് പിടിക്കാഞ്ഞത്? സ്തോത്രം. ഒരു ഗ്രാഹ്യം നക്ഷത്രം കണ്ടു. എന്നാൽ ഇവർക്ക്, ഈ വാനഗോള ശാസ്ത്രജ്ഞന്മാർക്ക് നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് സ്പെഷ്യൽ. അവർ അതിന്റെ പിന്നാലെ പോവുകയാണ്. അവർ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക്, അവന്റെ പ്രവൃത്തികളാൽ, ദൈവപ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. സ്തോത്രം. ബുദ്ധിക്ക് തെളിവായി. ഞങ്ങളുടെ ഒരു പാസ്റ്റർ, ഇന്ന് അദ്ദേഹം ഇല്ല, താൻ കടന്നുപോയി. ദേശീയവാദിയായിരുന്നു അദ്ദേഹം. മുൻപൊരു SNDPയുടെ പ്രവർത്തകനായിരുന്നു. SNDP ശാഖയുണ്ടാക്കി അതിന് വിഗ്രഹമൊക്കെ ഉണ്ടാക്കി വെച്ച് അതിന്റെ പൂജാരിയായിരുന്ന മനുഷ്യനാണ്. എന്നാൽ പിന്നത്തേതിൽ ആ സ്വാധീനം അതിൽ നിന്ന് വേറെ അദ്ദേഹം നിരീശ്വരവാദിയായി. ആ സ്വാധീനത്തിൽ അങ്ങനെ വളർന്ന ആളുകൾ നിരീശ്വരവാദിയായി ജീവിച്ചു. അതിന്റെ പ്രഭാഷകനായി. ഒരു ദിവസം ഒരു പ്രഭാഷണം കഴിഞ്ഞ് രണ്ടുപേർ, അദ്ദേഹത്തിന്റെ സമകാലികനും ഇദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടെ ആധികാരികമായി ദൈവം ഇല്ലെന്ന് പറയുന്ന ആളുമായിട്ട് അദ്ദേഹം ഒരു സ്റ്റഡി ക്ലാസ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഒരു സ്റ്റോപ്പില് ഈ ഞാൻ പറഞ്ഞ ഭാസ്കരൻ എന്ന് പറഞ്ഞ യേശുദാസ് പാസ്റ്റർ അവിടെ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വെക്കുള്ളൂ, എനിക്ക് ഇവിടെ ഒരു ആവശ്യമുണ്ട്, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു.
അദ്ദേഹം അവിടെ ഇറങ്ങി അടുത്ത സ്റ്റോപ്പിലേക്ക് നടന്നു പോകുക. ഇന്നലെ ബസ്സും കുറവാണ്, നടക്കാനുള്ള ദൂരം ഇവിടെ നടന്നു പോകുക. അടുത്ത സ്റ്റോപ്പിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു ആൾക്കൂട്ടം കണ്ടു. ആൾക്കൂട്ടത്തിനിടയിൽ അദ്ദേഹം ഓടി ചെല്ലുമ്പോൾ ഒരാൾ ദൈവമേ ദൈവമേ എന്ന് നിലവിളിക്കുന്നു. ഇതാരാ ദൈവത്തെ നിലവിളിക്കുന്നു നോക്കുമ്പോൾ അല്പം മുൻപ് തന്നോടൊപ്പം ബസ്സിലുണ്ടായിരുന്ന തന്റെ സഹയാത്രികനായ, വിശ്വാസത്തിലെല്ലാം ഒരുപോലെ നടക്കുന്ന, അതായത് നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന മനുഷ്യൻ മറ്റൊരാളുടെ കുത്തുകൊണ്ട് കഠാര വയറിലോ നെഞ്ചിലോ ഇരിക്കുന്നുണ്ട്, അതുമായി കിടന്ന് പൊളയുമ്പോൾ വിളിക്കുകയാണ് ദൈവമേ ദൈവമേ. ഈ മനുഷ്യൻ ആ കത്തി ഊരാനോ അദ്ദേഹത്തെ അവിടെ നിന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുവന്നില്ല, അവിടുന്ന് ഓടുക ചെയ്തത്. ഈ ഓടുന്ന ഓടത്തിൽ അദ്ദേഹം ചിന്ത ചെയ്തായിരുന്നു, 2-3-4 കൊല്ലം കൊണ്ട് ദൈവമില്ലെന്ന് പഠിപ്പിച്ച മനുഷ്യൻ കത്തി നെഞ്ചത്ത് കയറിയപ്പോൾ ആദ്യം വിളിച്ചത് അമ്മയെ അച്ഛനെയല്ല അപ്പനെയല്ല, ദൈവത്തെ വിളിച്ചുവെങ്കിൽ ദൈവമുണ്ട്. അതേതാ ദൈവം? ഏതായാലും SNDP എന്ന് ബോധ്യമായ അദ്ദേഹം പിന്നെ പറയട്ടെ, ദൈവത്തെ അദ്ദേഹം സുവിശേഷകനായി ശുശ്രൂഷകനായി മാറി കർത്താവിന്റെ വേല തികച്ച അക്കരെ എത്തി. പറഞ്ഞത് ബുദ്ധിക്ക് തെളിവായി ദൈവത്തിന്റെ പ്രവൃത്തികളാൽ അത് ഏത് വിധേനയുമാകാം, ആശുപത്രിയിലാകാം, ജയിലിലാകാം, കടലിലാകാം, കരയിലാകാം, ആകാശത്ത് വെച്ചാകാം, സ്തോത്രം, അത് കഷ്ടങ്ങളുടെ നഷ്ടങ്ങളുടെ നടുവിലാകാം, പള്ളിയിൽ വെച്ചാകാം, എവിടെയും ദൈവത്തിന്റെ പ്രവൃത്തി, ആ അദൃശ്യ ലക്ഷണങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് തെളിവായി നമ്മുടെ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരും. എന്നിട്ടോ അവർക്ക് പ്രതിവാദം ആർക്കും തിരിച്ചു പറയാൻ ഒക്കാത്ത വിധം. ഇന്നല്ല കേട്ടോ, ഇവിടെ ഒരു പക്ഷേ ഈ പ്രസംഗം കേൾക്കുന്ന ഒരാള് വേണമെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് വിളിക്കാം. അങ്ങനെ പലരും വിളിക്കുന്നുണ്ട്. അതിനോടാണ് എന്റെ ഫോൺ നമ്പറോട് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ പാസ്റ്റർ ബാബു മാത്യുവിനെ വിളിക്കാൻ പറ്റും, ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ദിവസം, അതാ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് പ്രതിവാദമില്ലാത്തൊരു ദിവസം വരുന്നുണ്ട്. ഇന്ന് അറിവിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും ദൈവമില്ല എന്നുള്ളത് സമർത്ഥിക്കുവാൻ, തെളിയിക്കുവാൻ, മറ്റുള്ളവരെ കൂടെ അങ്ങനെയാക്കുവാൻ കഴിയുന്നവർ, അതിന് പ്രാപ്തിയുള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഒരു ദിവസം പ്രതിവാദമില്ലാത്തൊരു ദിവസം വരും. ഇന്ന് മറ്റുള്ളവരോട് വാദിച്ച് ജയിക്കുന്നവർക്ക് വാ പൊളിക്കാനൊക്കാതെ, വാ തുറക്കാനൊക്കാത്ത ഒരു ദിവസം വരുന്നുണ്ട്. അത് ഇവരാരാണോ ഇല്ല എന്ന് പറഞ്ഞത്, ആരാണോ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞത്, ആരെയാണോ പരിഹസിച്ചത്, ആ ദൈവത്തിന്റെ മുമ്പിൽ ഇവർ നിൽക്കും. അന്ന് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവ് ഏറ്റു പറയുമെന്ന് പറഞ്ഞ വചനപ്രകാരം നിരീശ്വരവാദിയും യുക്തിവാദിയും നാനാ മതസ്ഥർ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ, വായു കൊണ്ട് ഏറ്റു പറയാതെ, രക്ഷാനിർണയം പ്രാപിക്കാതെ, മാനസാന്തരപ്പെടാതെ, വചനപ്രകാരം രക്ഷ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് സ്നാനപ്പെടാതെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട ഏതൊരാളും, സ്തോത്രം, അത് ഐമേനിയാകട്ടെ, തിരുമേനിയാകട്ടെ, പൂജാരിയാകട്ടെ, മതപണ്ഡിതനാകട്ടെ, രാജാവാകട്ടെ, അടിയാനാകട്ടെ, പ്രധാനമന്ത്രിയാകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, ആഫ്രിക്കനായാലും യൂറോപ്യനായാലും ആദിവാസിയായാലും തെരുവിലായിരിക്കുന്ന ഒരാളായാലും മനുഷ്യനാണോ? ജീവിതത്തിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അത് അംബാനി ആയാലും ലുലു മാളിന്റെ ഉടമസ്ഥനായാലും, പ്രിയമുള്ളവരെ, പ്രതിവാദമില്ലാത്തൊരു ദിവസം വരുന്നുണ്ട്. സ്തോത്രം. തിരിച്ചു പറയാൻ കഴിയാത്തൊരു ദിവസം വരുന്നുണ്ട്. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കുവാൻ അതിനുവേണ്ടി തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വപ്പെടുത്ത. ദൈവത്തെ അറിയാം. ഈ കൊണ്ടു നടക്കുന്ന എടുപ്പ് കാളകളും വിഗ്രഹങ്ങളും പൂജാ വസ്തുക്കളും കിഴക്കോടും പടിഞ്ഞാറുള്ള പരിപാടികൾ, ഇതല്ല ദൈവമെന്ന് ഇവർക്കൊക്കെ അറിയാം. എങ്കിലും മതത്തിന്റെ പേരിൽ
ബുദ്ധി നഷ്ടപ്പെട്ട മതവൈരാഗ്യം ഉള്ളിൽ വന്നവർ, ഞാൻ ജനിച്ചത് ഇങ്ങനെയാണ്, വളർന്ന് ഇങ്ങനെയാണ്, മരിക്കുന്നതും അങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, സ്തോത്രം, അവർക്ക് എല്ലാവർക്കോടും പറയാനൊരു കാര്യമുണ്ട്. കർത്താവിന് അവർ ദൈവത്തെ അറിഞ്ഞ് ദൈവമെന്ന് മഹത്വീകരിക്കാതെ, മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവർ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി. അതാണ് റോമാലേഖനം നമ്മൾ വായിച്ചത്. ദൈവനീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ തക്കവണ്ണം അവർ ദൈവനീതിക്ക് കീഴ്പ്പെടുന്നില്ല. കവളിലൂടെ ശൂലം കുത്തി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തമ്പുരാൻ പറഞ്ഞില്ല. ദേഹത്തെല്ലാം തൊലിയിൽ കൊളുത്തിട്ട് അങ്ങനെ കിടക്കുവാനും തീക്കല്ലിൽ ചാടുവാനും തലമുണ്ടനം ചെയ്യുവാനും, എന്തിനേറെ ഈ ദുഃഖ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച ക്രൂശിൽ കയറാനും ചാട്ടവാറടി കൊള്ളാനും ദൈവം പറഞ്ഞില്ല. അവർ തങ്ങളുടെ ബുദ്ധിയിൽ വ്യർത്ഥരായി തീർന്നു. അതുകൊണ്ട് കുരിശുമല കയറും. അടുത്തയാഴ്ച വളരെയേറെ ആളുകൾ തിരുവനന്തപുരത്തിന് തെക്ക് നെയ്യാറ്റിങ്ങര അപ്പുറത്ത് പന്നിമല വഴി പോയാൽ ആറാട്ടുകുഴി, പന്നിമല, വെള്ളറട, ആറാട്ടുകുഴി, പന്നിമലയുടെ സൈഡിൽ കൂടെ പോയാൽ കുരിശുമല എന്ന് പറഞ്ഞ വലിയ മലയുണ്ട്. അതിന്റെ മുകളിലേക്ക് കയറാം. അതിന്റെ അങ്ങേവശം തമിഴ്നാടാണ്. തെക്കുള്ളവരെല്ലാം അങ്ങോട്ട് പോകുമ്പോൾ വടക്കുള്ളവരെല്ലാം മലയാറ്റൂർ മല കയറും. അതും ഭാരമുള്ള കുരിശ് അറ്റത്ത് വീലും പിടിപ്പിച്ച് അത് വലിച്ചുകൊണ്ട് പോകുക. വ്യർത്ഥരായി തീരുന്നവരുടെ ബുദ്ധിയിൽ ഈശോ കുരിശിലേറിയോണ്ട് ഞാനും കുരിശിലേറുക എന്ന് പറഞ്ഞ് പോവുക. പ്രിയമുള്ളവരെ, കർത്താവ് ഇത് പറഞ്ഞില്ല. അത് മതം പറഞ്ഞതാണ്, പുരോഹിതർ പറഞ്ഞതാണ്, കച്ചവട ലാക്കുള്ള മത നേതാക്കൾ, മതത്തിന്റെ ആളുകൾ പറഞ്ഞതാണ്. അത് ദൈവം പറഞ്ഞില്ല. തിരുവചനം പറഞ്ഞോ തങ്ങളുടെ ബുദ്ധികളിൽ വ്യർത്ഥരായി തീർന്നു. സ്തോത്രം. എന്നിട്ടോ വ്യർത്ഥരായി തീർന്നു. എന്നിട്ടോ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഞാനും അങ്ങനെ ആയിരുന്നു. എന്നാൽ ദൈവമായ കർത്താവ് ഈ വചനം തന്നതുകൊണ്ട് ആണ് ഇന്ന് ഇങ്ങനെ വചനമായി നിൽക്കുന്നില്ലെങ്കിൽ എന്റെ പ്രിയമുള്ള ഞാൻ ഈ കുരിശും പിടിച്ചുകൊണ്ട് പോയേനെ. ആഴ്ചകളിൽ നോയമ്പെടുത്തേനെയും എല്ലാ ദിവസങ്ങളിലും സന്ധ്യാനമസ്കാരത്തിന് പോയേനെയും ശനിയാഴ്ചകളിൽ പ്രത്യേകം. എന്നിട്ടോ ദുഃഖവെള്ളിയാഴ്ച കുമ്പിട്ടൊരു പരുവത്തിലായേനെയും. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുരിശ് കഴുകിയ വെള്ളം, അതിനോടുകൂടി വിനാഗിരിയും പാവയ്ക്കായും വേറൊരു ഇലയും കൂടെ കൂട്ടിച്ചേർത്ത് പിടിച്ച് ഉള്ളതായ സുറുക്കായും എല്ലാം കൂടെ ചേർത്ത് ഒരു കയ്പ് ഒരു കുടിയുണ്ട്. കർത്താവ് ഒന്ന് കുടിച്ചെന്ന് പറഞ്ഞ് ഈ കുരിശ് കഴിയ വെള്ളത്തിൽ ഒരു കുടിയുണ്ട്. അതും കുടിച്ച് കുരിശും മുത്തി ഞാനും നടന്നേനെയും. എന്റെ ബുദ്ധിയിൽ ഞാൻ വ്യർത്ഥനായിപ്പോയി. എന്നാൽ ദൈവത്തിന്റെ മഹാസ്നേഹവും കൃപയും എന്റെ മേൽ ചൊരിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ആ ഭാഗം വിട്ടുവരാൻ ഇടയായി തീർന്നു. അതിനുവേണ്ടിയാണ് ഇപ്രകാരം നാം ഓരോരുത്തരും, നിങ്ങളെല്ലാവരും ഞങ്ങളെ കേൾക്കുന്നവർ, പൗലോസ് പറഞ്ഞതുപോലെ വലിയവനാകട്ടെ ചെറിയവനാകട്ടെ ഈ ചങ്ങല ഒഴികെ എല്ലാവരും ഞങ്ങളെ പോലെ ആകണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ, വചന ശുശ്രൂഷ നൽകുന്നത്, ചെയ്യുന്നത്. ആ വാക്യം വായിച്ച് അവസാനിപ്പിക്കട്ടെ. ഇതിനുള്ള ചേർന്ന ഭാഗം ദൈവം വെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അവർ തങ്ങളുടെ ബുദ്ധികളിൽ വ്യർത്ഥരായി തീർന്നു. അതുകൊണ്ട് വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവർ ജ്ഞാനികളാണ്, PhD ഉള്ളവരാണ്. സ്തോത്രം. അവർ PhD-കാരാണേലും വിദ്യാഭ്യാസമുള്ളവരാണ്, IAS IPS-കാരാണേലും മൂഢരായിപ്പോയി. അക്ഷയനായ ക്ഷയിക്കാത്ത ദൈവത്തിന്റെ തേജസ്സിനെ അവർ അങ്ങനെ വല്ലാത്തൊരു അനുഭവത്തിലേക്ക് ആക്കി തീർത്തു. പ്രിയമുള്ളവരെ, ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരുവാൻ, സ്തോത്രം, കായീന്റെ വഴി, അനീതിയുടെ വഴി, സ്വയനീതിയുടെ വഴി വിട്ട് ദൈവനീതിയിലേക്ക് തിരിയുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ, എക്സോസ് മീഡിയ മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. അന്യോന്യം പ്രാർത്ഥന ഓർക്കാം. ദൈവവചനം നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടു നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം, കൽപ്പിച്ച ആരാധനയ്ക്കായി സ്തോത്രം. ഇതാർക്കും ശിക്ഷാവധിക്കും കർത്താവെ ഒന്നും ഇടയാകാതെ അനുഗ്രഹവും ആശ്വാസമായ ദൈവം തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിന്റെ പിതാവേ. എല്ലാവർക്കും വന്ദനം. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു.